ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇത് ലിജി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ കാണട്ടെ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നമ്മള് ലിജി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണ്ട. ഇന്നലെ ഉറങ്ങിയില്ലേ നീ? ഇന്നലെ ഉറങ്ങി, എന്നാലും ചെറിയ രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അറിയില്ല, ഉറങ്ങി എന്ന് വെച്ചാൽ ഉറങ്ങി. എന്നാ ഒരു സന്തോഷകരമായ ഉറക്കം എന്ന് പറയുമ്പോൾ ഇവൻ കിടന്നിങ്ങനെ അതാണ് പറയണത്, നമ്മുടെ സ്വന്തം വീട്ടില് നമ്മൾ കിടന്ന് ഉറങ്ങണ ഒരു സുഖം. അത് സ്വന്തം വീട് തന്നെയാണ്, ചേട്ടന്റെ വീടായിരുന്നു അത്. ചേട്ടൻ ഇപ്പൊ കിടക്കണ്ടിരിക്കുന്ന വീട് നോമിടൂ, അങ്ങനെ നീ ചിന്തിക്കല്ല. ഇപ്പൊ നമ്മുടെ വീടാണത്. ആണ് എന്റെ നിന്റെ നീ മാറ്റിപ്പിടി. ആ ചേട്ടനാ തന്നെ പറഞ്ഞേ. അതാണ് ഇപ്പൊ നമ്മുടെ വീടാണ്, നമ്മുടെ സ്വന്തം വീടാണ് ഇത്. വീടിന്റെ സുഖം കൊണ്ടല്ല, വീടിന് സുഖമില്ലായ്മ സുഖമൊന്നല്ല. പിന്നെന്താ? അതിപ്പോ എവിടെ കിടന്നാലും നമുക്ക് ചിലപ്പോ ഉറങ്ങാൻ പറ്റുമായിരിക്കും. എനിക്കതൊന്നും പറ്റില്ല. അതല്ല, ഇവൻ ആകെ ഡിസ്റ്റർബഡ് ആയിരുന്നല്ല. എനിക്ക് ഇപ്പൊ ഞാൻ കിടക്കുന്ന ബെഡില് ഞാൻ കിടക്കുന്ന പൊസിഷൻ തന്നെ ഒന്ന് മാറിയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. കൊറേ നേരം തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് മറിഞ്ഞിട്ട് ഉറക്കം വരാണ്ടാവും. ഞാൻ ഗുഹയുടെ ഉള്ളിൽ കൂടെ നടക്കും. അപ്പൊ ഞാൻ ഉറങ്ങിപ്പോയി. ഞാനങ്ങനെ എനിക്ക് അങ്ങനത്തെ കുറിച്ചില്ല. ഇവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത് അവന്റെ ഉറങ്ങേണ്ട സമയത്ത് ഇവന് ഉറങ്ങിയില്ല. പിള്ളേര് ഭയങ്കര ബഹളവും ഒച്ചയൊക്കെ ആയിരുന്നു. അപ്പൊ ഇവനും കളിയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അവര് ഉറക്കി കഴിഞ്ഞിട്ടാണ് ഇവനെ ഉറക്കാൻ കൊണ്ടുപോയെ. അപ്പൊ ആള് പിന്നെ ഇച്ചിരി വയലന്റ് ആയി. ഉറക്കം തന്നെ ഉണ്ട്. പ്രശ്നക്കാരനായിരുന്നോ? ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇന്നിപ്പോ എന്തായാലും കൊറേ പണിയില്ലേ, കുടിയും ബഹളവും. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ നിങ്ങള് ഒരു റിയൽ ലൈഫിന്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടണില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ചാനലാണിത്. അപ്പോൾ എൻ്റെ ജീവിത രീതികൾ എങ്ങനെയൊക്കെയാണോ അതൊക്കെയാണ് ഇവിടെ കാണാൻ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കണ്ടന്റ് ആണോ ഇതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അല്ല, നിങ്ങൾക്ക് കണ്ടന്റുകൾ മാത്രമായിട്ടുള്ള അങ്ങനത്തെ വീഡിയോ ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഇക്കോൺ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ചാനലുണ്ട്. ECOOWN മീഡിയ, ഇക്കോൺ മീഡിയ. അപ്പൊ അതിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ പോയാൽ നമുക്ക് അങ്ങനത്തെ വീഡിയോകൾ കാണാൻ പറ്റും. അല്ല, പിന്നെ മിഡുവിന്റെ വൈഡ് വ്ലോഗ്സ് ഉണ്ട്. അതിൽ പോയാൽ മിഡുവിന്റെ കുക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ വീഡിയോസ് അവിടെയും കാണാൻ പറ്റും. അപ്പൊ എല്ലാ തരത്തിലും അതെവിടെ പോയാലും ഞങ്ങളെ കാണണം. അപ്പൊ നമ്മളെ കാണാൻ ആഗ്രഹമില്ലെങ്കിലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ആഗ്രഹം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിജക്ട് ചെയ്യാം, അൺലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മീൻസ് നമ്മൾ ഫോഴ്സ് ചെയ്ത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണണം, എന്നാലും അതിലൊരു ഇതുള്ളൂ. ശരിക്കും എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാം. ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, നാടിനൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാര്, അങ്ങനത്തെവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. മുകളിലടിക്കണല്ലേ? മുകളിൽ പെയിന്റ് അടിക്കും. അല്ലേട്ടാ, ഇന്നലെ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വന്നപ്പോ വീഡിയോ എടുത്തില്ലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. വീണ്ടും ബിലേറ്റഡ് ഒന്നുമില്ല, ഈ ആഴ്ച ഫുൾ ഹാപ്പി ബർത്ത്ഡേ ആണ്. അതെ. അപ്പോൾ ഇവിടെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലൊക്കെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക. ചേട്ടന്മാരവിടെ സ്കഫോൾഡിങ് ഒക്കെ ഇട്ട് മുകളിൽ കയറി പെയിന്റ് അടി. ചേട്ടൻ്റെ മേത്തൊക്കെ പെയിന്റ് ഉണ്ടല്ലോ, പിന്നിലൊക്കെ പെയിന്റ് ആയിട്ടുണ്ട്. എവിടെ ചാരിയിട്ടുണ്ട്. ഹലോ, നല്ല വിശേഷം. ഇത് അവരുടെ ബാഗാണോ? നമ്മൾ സാധാരണ ഇങ്ങനെ ബാഗുകൾ കാണാറ്. നിങ്ങൾ തിരിച്ചു പോണ നേരത്ത് കൊറേ. ഹായ് അഞ്ജലി. ഹലോ. ചേട്ടൻ വന്നു. ഇപ്പൊ ഞാൻ അവിടെ ആയിരുന്നു കേട്ടോ, പഴുക്കര.
ചേട്ടൻ എന്നാൽ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു ചേട്ടൻ കറിയൊക്കെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിടുവിനെയും കൊച്ചുങ്ങളൊക്കെ എടുക്കാനായിട്ട് മിടുവിൻ്റെ വീട്ടിലേക്ക് പോയേക്കായിരുന്നു. അത് ചേട്ടൻ തിരിച്ചു പോന്നു. ആ ചേട്ടൻ ഇങ്ങനെ കാണാൻ രസം. ആ ശരിക്കും കാര്യമായിട്ടാ പറഞ്ഞേ. ഇതാണ് രസം. ഒരു 6 വയസ്സ് കുറവ് തോന്നിക്കുന്നുണ്ട്. ആ വീണ്ടും മഴക്കാരിങ്ങനെ കയറി വരുന്നുണ്ട്. അടുത്ത മഴ തുടങ്ങാനായിട്ട് കുറച്ച് വെളിച്ചം കണ്ട ദിവസമുണ്ട് ഇന്ന്. ഓക്കെ, നമ്മുടെ ലീച്ചേച്ചിയുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. നമ്മുടെ നാനതി അവിടെ കിടക്കുന്നുണ്ട്. എക്കോ സ്പോട്ട് ഇവിടെ. പെയിൻറ്റിങ് പണി കിടക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തുണ്ട്, ആ സൈഡിലാണ്. അവിടെയൊക്കെ നിറയെ വെള്ളമാണ്. പിന്നെ അങ്ങോട്ട് പോവാത്ത ഇവിടെ വീടിൻ്റെ അകത്തേക്കൊക്കെ പിന്നെ ആ ചെളിയാവും. ഈ മാവുമ്മ മാങ്ങ ഉണ്ടായിരുന്നു, പക്ഷേ ഈ മാവിൻ്റെ അവിടെ മാങ്ങയുമൊക്കെ നിറയെ പുഴുക്കളാണ്. ഇപ്രാവശ്യം ചേച്ചി പറയണ്ടായി, ഇപ്രാവശ്യം കിട്ടിയ മാങ്ങയുമൊന്നും അങ്ങനെ പുഴുവിനെ കാണുന്നില്ല. പക്ഷെ അല്ലെങ്കിൽ നിറയെ മാങ്ങ ഉണ്ടാവാറുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ തൂങ്ങിക്കെടുക്കും. ഇപ്പോൾ ഇവിടെ ഈ മുകളിൽ ഷീറ്റ് ഇട്ടപ്പോൾ ഇങ്ങോട്ട് വന്ന അവിടെ കണ്ട കമ്പ് വെട്ടിക്കളഞ്ഞേക്കണേ. ആ 2 കമ്പ് വെട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ ഈ സൈഡിലേക്കൊക്കെ തൂങ്ങിക്കിടക്കാറുണ്ട്. ടെറസിൻ്റെ മുകളിലേക്കൊക്കെ മാങ്ങകൾ നിൽക്കാറുണ്ട്. ഇങ്ങനെ നീണ്ടിട്ടുള്ളൊരു മാങ്ങ നല്ല രസമാണ്. ഇവിടെ നമ്മൾ സില്ലം ചേഞ്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ ഏട്ടനും മുകളിൽ നിന്ന് പൊന്തിച്ച് പിടിച്ചതാണ് അവിടെ. അല്ല ചേട്ടാ, നമ്മുടെ കൺട്രോളിലാണ് മൊത്തം നീക്കിക്കൊണ്ടിരിക്കണത്. അടിയിൽ നമ്മുടെ പെയിൻറ്റിങ് ചേട്ടന്മാർ 2 പേര് അപ്പുറത്ത് ഇപ്പുറം തള്ളന്താണ് കേട്ടോ. ഞങ്ങൾ വെറുതെ സപ്പോർട്ടിന് വേണ്ടി മറയാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചതെന്താ. അതെ, നല്ല ഹൈറ്റ് ഉണ്ട് ഈ സാധനത്തിന്. ഗ്രൗണ്ടിൽ നിന്നാണ് ഇത്ര ഹൈറ്റിലേക്ക് വന്നേക്കണേ. ഇത് നമ്മുടെ ആൽവിൻ്റെ ടോയ് ഉണ്ടത്. ആൽവിൻ ഇപ്പോൾ അയർലൻഡിൽ പോയി. എന്നാൽ ആ സാധനം എപ്പോഴും ഇരിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ, ഇത് പറക്കണ ഹെലികോപ്റ്റർ ആയിരുന്നു എന്ന് പറയണം, എനിക്കറിയില്ല. ഇത് പറന്നു പോകുന്ന പറയണേ. ചാർജിങ് എന്തോ സംഭവം ഉണ്ടായിരുന്നു ഇവിടെ. എന്തോ പിന്നൊക്കെ കാണാനുണ്ട്, പക്ഷെ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. കുറേ പഴക്കണ്ടേന്. എന്താ അല്ലേ, ഒട്ടും കാണാനില്ല, പാറ്റ വലിക്കണേ. പഞ്ചേട്ടൻ അവിടെ പെയിൻറ്റിൻ്റെ പണിയുടെ തിരക്കിലാണ്. ഇവിടെ ചേച്ചി ചായ എടുത്തിരിക്കുന്നു. ഒന്ന് കയ്യിൽ പിടിച്ചു നോക്കിയാൽ എൻ്റെ വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട്. ഒട്ടും വെയിറ്റ് ഇല്ല പറയാനാണ് ഞാൻ കയ്യിൽ വന്നത്. ഒട്ടും കാണാനില്ല, ലൈറ്റ് വരും. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ കൂടെ പഴം വറുത്തുണ്ട്, വട്ടയപ്പമുണ്ട്, പിന്നെ നമ്മുടെ വയനാടൻ പുളി മിഠായി നമ്മൾ മിഠായി എന്ന് പറയും. മിഠായി പുളിയോ? നമ്മുടെ ബിസ്മിയിൽ കിട്ടുന്ന സെയിം സാധനല്ലേ? ഇത് വേറെ, ഇതാണ് ഒറിജിനൽ. എന്തായാലും തിന്നു നോക്കിയിട്ട് പറയാം. ചേച്ചി മുറുക്കും കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പോകാൻ പോവാണ്. അപ്പോൾ പുറത്തിറങ്ങി ഇപ്പോൾ ഇവിടുത്തെ ആകാശത്തിൻ്റെ ഭംഗിയുണ്ട് ഇപ്പോൾ നിന്നുണ്ട്. അതേ ഇവിടെ സൂര്യൻ ഇടയക്കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പെയിൻറ്റിങ് ഈ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീടിരിക്കണ ലൊക്കേഷൻ എന്തായാലും കാണാൻ രസമുണ്ട് കേട്ടോ. വീടിരിക്കണ ലൊക്കേഷനേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തായാലും നല്ല രസമുണ്ടെന്ന്. ആ മാവും അവിടെ മേഘവും. ഞാൻ ആരോടെ പറഞ്ഞേ? നിന്നോട് പറഞ്ഞേ. അല്ല, ആ മാവും ബാക്കിലത്തെ മേഘവും സൂര്യപ്രകാശം കൂടി വരുമ്പോളേ വീട് കാണാൻ നല്ല രസമുണ്ടെന്ന്. കുഴപ്പമില്ല, ഇത്ര മതി, ആവശ്യത്തിനുണ്ട് ഭംഗി. ഏയ് നെവർ. മരം ഒരു വരം. ആ തൂങ്ങി കിടക്കണത് അപ്പുറത്തുള്ളത്. പുളിമിഠായി കുറെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അളിയൻ വീണ്ടും എടുത്ത് തന്നിട്ടുണ്ട്. എന്താ അളിയ എനിക്ക് ഇങ്ങനെ കുറെ തന്നെ വയനാടൻ പുളിമിഠായി. വയനാടല്ലേ? ഏത് ഊരിലെ ആയാലും എന്തായാലും ഞാൻ കുറെ തിന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അനിലളിയൻ്റെയും ലീച്ചിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നു. ആക്ച്വലി അവിടെ നിന്ന് വന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടും കാണാനും ഭംഗിയുണ്ട് കേട്ടോ. വീട് മീൻസ് ആകാശം. ഇവിടുത്തെ ആകാശം നല്ല നീല കളറായിട്ട് നിൽക്കുന്നുണ്ട്.
അല്ലല്ല, നല്ല വ്യത്യാസമുണ്ട്. അവിടുത്തെ ആകാശം ഇത്തിരി കൂടി ബ്രൈറ്റ് ആയിരുന്നു. ഇവിടെ ആ വെള്ളമേഘം ഇടയ്ക്ക് കയറിയിട്ടുണ്ട്. സ്റ്റീവ് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഗ്രേസിന്റെ ബസ് വരാറായിട്ടുണ്ട്. അപ്പൊ ഗ്രേസിന് എടുക്കാനായിട്ട് ഞാൻ പോവാണ്. വേണ്ടാ വാ, വേണമെങ്കിൽ വാ, കൊച്ചിനെ കൊണ്ട് ആയോ. അവൾക്കും സന്തോഷമാവും, സ്റ്റീവിനും സന്തോഷം. ഞാൻ പോവാണ്, സമയേ. കണ്ടാ അങ്ങനെ ഗ്രേസ് കുട്ടി വന്നിട്ടുണ്ട്. ആ, അമ്മക്ക് വീട്ടിലുണ്ട്. അമ്മ അവിടെ ഉണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടാ അമ്മ ചായം പലഹാരം ഉണ്ടാക്കണ്ടെന്ന്. ബോക്സ് ഉള്ളിൽ കിച്ചണിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കൊക്കെ തീറ്റ കൊടുക്കേണ്ട സമയമാണ്. എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരിക്കും. ഇപ്പൊ തുടങ്ങും കൊര. മൂത്ത് വലിച്ചുണ്ടോ? സുന്ദരനല്ലേ? അല്ല, ട്യൂബ്ലൈറ്റ് ഇപ്പുറത്താണല്ലോ. പക്ഷേ ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഇടണമെന്നാണ് എന്റെ പ്രതീക്ഷ. കാണാം, നല്ല ഭംഗിയിൽ കണ്ടായിരുന്നു. ഞാൻ അൽഫാമന്തി മേടിക്കാൻ പോവാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ മാള അമീറാസിലെ അൽഫാമന്തിയാണ്. അടിപൊളി സാധനമാണ്, ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ അല്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മുടെ ആ കുത്തി പൊളിച്ചിട്ടേക്കാണ്. അപ്പോൾ ഞാൻ തുടച്ചൊന്നും ഇട്ടിട്ടുണ്ടായില്ല, ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പം മിഡു അവിടെ ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അമ്മയ്ക്ക് ചോറ് വേണം. അപ്പോൾ അമ്മയ്ക്ക് മാത്രം ചോറ് വെച്ചു, ലീച്ചേച്ചി എന്ന കറിയുണ്ട്. അപ്പോൾ മീൻസ് അൽഫാം മന്തി മേടിക്കാം എന്നൊരാഗ്രഹം എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ അൽഫാം മന്തി മേടിക്കാൻ പോവാണ്. എന്തായാലും തടി കുറയ്ക്കാണല്ലോ, അങ്ങനെ ഇച്ചിരി അൽഫാം മന്തി കഴിച്ചിട്ട് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അമീറാസിക്ക് പോയിട്ട് അൽഫാം മന്തി മേടിച്ചിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോട്ടെ. ഓക്കെ, ഈ കവറോടേക്ക് എടുക്കണ്ട്. എന്തായി? കിട്ടിയ? തിരക്കുണ്ടായിരുന്നോ? തിരക്കൊന്നുണ്ടായില്ല, ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ നേരമായ പോലെ തോന്നി എനിക്ക്. ഞാൻ മാള വരെ പോയിട്ട് വന്നു, അഷ്ടമത്തിലേക്കല്ല പോയെ. ശരിയാണല്ലേ. പക്ഷെ മഴ ഇങ്ങനെ ചാറി വന്നോണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു എത്രയൊക്കെ അൽഫാം മന്തി മാറുമെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും ദൈവം ഇതുവരെ മഴ പെയ്ച്ചില്ല. ഇനി പെയ്തോട്ടെ. ഇന്ന് വൈകുന്നേരം പെയ്യായിരിക്കും ചിലപ്പോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പ്രാഞ്ച് ചേട്ടൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിങ്ങിന്റെ പരിപാടി എല്ലാം സുഖമായിട്ട് ചെയ്യായിരുന്നു. ശരിക്കും ഞാനിപ്പോ അടുക്കള ക്ലീൻ ചെയ്തോണ്ടിരിക്ക. അവിടെ ഇനി കുത്തിപ്പൊളിക്കില്ലേ ചുമര്? പൈപ്പ് കേട്ടാണ്ട് ചെയ്യുന്നോണ്ട്. അപ്പൊ പിന്നെ ഞാൻ ചുമര് തുടച്ച് പകുതി എത്തിയത് ഓർത്ത് സാരിലല്ലേ തുടയ്ക്കല്ലേ.
ഗ്രേസ് ഇപ്പോൾ മറ്റേ കാർട്ടൂണുകളിലൊക്കെ കാണുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ല ഇങ്ങനെ നല്ല ഭക്ഷണങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ആ സൗണ്ട് ഇപ്പം ഉണ്ടാകുന്നുണ്ട് ഇപ്പം എനിക്കൊന്ന് കേൾപ്പിക്കാൻ തോന്നി. ഗ്രേസ് നേരേക്ക് ഒന്നുകൂടി ഉണ്ടാക്കി. ശ്വാസമൊക്കെ വലിച്ചുണ്ടാകണം, പക്ഷെ ആ ശരിക്കും ഒറിജിനൽ ആ സൗണ്ട് പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നിയാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അങ്ങനെ അതെ അൽഫാമിന്റെ സമയമായിട്ടുണ്ട്, അൽഫാം കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ചിക്കൻ കാല്, നല്ല മൊരിഞ്ഞ ചിക്കൻ കാല്, പിന്നെ ഇവിടുത്തെ നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ, എന്തിട്ടാണ് ക്യാബേജ് എന്നല്ല എൻ്റെ പേര്, സാലഡ് എന്തിട്ടായിരുന്നു നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. പിന്നെ ഇച്ചിരി മതി. തക്കാളി ചമ്മന്തി കണ്ടെടുത്തുണ്ടെങ്കിൽ കൂടി മിക്സ് ചെയ്ത് വേണ്ടോ? ഓക്കെ. കഴിഞ്ഞ ഏതോ പ്രാവശ്യം ഇതേപോലെ നമ്മൾ അൽഫാം കഴിക്കേണ്ടപ്പോൾ ചോദിച്ചൊരു കാര്യമായിരുന്നു നമ്മുടെ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ വില വരണതെന്ന്. നമ്മുടെ ഇവിടെ വില വരുന്നത് 750 രൂപയുണ്ട് അൽഫാം മന്തി ഫുള്ളിന് വരുന്നത്. പിന്നെ പെപ്സി കൊക്കക്കോളൊക്കെയാണ് എക്സ്ട്രാ വന്നേക്കുന്നത്. ഫുള്ളിന് 750 രൂപയാണ്. ഫുള്ളെന്ന് പറഞ്ഞാൽ ഒരു കോഴി ഫുള്ളുണ്ടാവും. ചോറ് ഇതേ ഞങ്ങളിപ്പോൾ 3 പേര് ചോറ് എടുത്തിട്ടുണ്ട്, പ്ലസ് ഇനിയും ഇത്രയും ചോറൂടെ ബാക്കിയുണ്ട്. അതായത് ഒരു അൽഫാം മന്തി മേടിച്ചാൽ എനിക്ക് തോന്നുന്നു 2 നേരം നമുക്ക് കഴിക്കാം അല്ലേ? ബിസിനസ് ഇഷ്ടായ? അപ്പൊ എന്തായാലും ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് വീഡിയോ എഡിറ്റിംഗ് തുടങ്ങണം വീണ്ടും. ഇതൊക്കെയാണ്. വീട് ക്ലീൻ ചെയ്യാനും പോവും, ഞാൻ എഡിറ്റിങ്ങിനും പോവും. അപ്പൊ പിള്ളേരോ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷം. 50 ഉള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ കാണാം. ബൈ ബൈ. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.